ഞങ്ങൾ ഇവിടെ ട്രിച്ചിയിലാണ്. നോർത്ത് ചെന്നൈയിലെ പെരമ്പൂരിന് പുറമെ ഇവിടെ നിന്നും ജോസഫ് വിജയ് മത്സരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏകദേശം 25% ന്യൂനപക്ഷ ജനസംഖ്യയും ഒപ്പം വലിയൊരു യുവജന സ്വാധീനവുമുള്ള ഒരു മണ്ഡലമാണ് ട്രിച്ചി. അത് അദ്ദേഹം മുതലെടുക്കാൻ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചെങ്കിലും മാറണം. ഉള്ളവരും നന്നായിരിക്കുന്നവരും അങ്ങനെ തന്നെ തുടരുകയാണ്. അടിസ്ഥാന വർഗത്തിലുള്ള ജനങ്ങളാണ് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എല്ലാ വിലയും വർദ്ധിപ്പിച്ചാൽ പിന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ജനങ്ങളെ പറ്റി കേൾക്കണം, ആരും തന്നെ ചിന്തിക്കുന്നില്ല. വോട്ട് ചെയ്താലും നമ്മളും കടയിലേക്ക് പോകുന്നുണ്ട്. എന്ത് പ്രയോജനം? ജനങ്ങൾക്ക് വേണ്ടി ആരാണ് ചെയ്യുന്നത്? ആരൊന്നും ചെയ്യുന്നതായി തോന്നുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ബ്ലഡിൽ 30% ആൽക്കഹോൾ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഇവർ മന്ത്ലി 1000 രൂപ തരാമെന്ന് പറയുന്നു. 1000 രൂപ എന്നത് അവർക്ക് ഒരു വർഷത്തേക്ക് മതിയെന്ന തലത്തിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ മാനസികാവസ്ഥ ഏതളവിലായിരിക്കണം? പാരമ്പര്യമായിട്ടാ ഡി എൻ കെക്ക് എന്ന വോട്ട് ഡി എൻ കെ കുറ്റം പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് കൂടി ഒരു ജയം ഒരുപാടെങ്കിലും ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയായി വല്ല തെറ്റും സംഭവിച്ചാൽ അതിനെ ഒരു കുറ്റമായി പറയാൻ പറ്റില്ല. ഈ തവണയും അദ്ദേഹം ജയിച്ചു വരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഉദയനിധിയുടെ കാര്യത്തിൽ കണ്ണിൽ കള്ളവില്ല. സംസാരിക്കുന്നതിൽ എടുത്തടിച്ച പോലെ പെട്ടത് ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് തന്നെയായാലും കറക്റ്റായി സംസാരിക്കും. ചോദിച്ച ചോദ്യത്തിന് അടുത്തൊരു സെക്കൻഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഉത്തരം വരും. യാതൊരു തട്ടിപ്പോ വഞ്ചനയോ കണ്ണിലും കാണാനില്ല, പെരുമാറ്റത്തിലും കാണാനില്ല. അദ്ദേഹം ഭരണം കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേർക്കും വോട്ട് ചെയ്ത് നോക്കി. രണ്ടുപേരിൽ നിന്നും ഞങ്ങൾക്ക് ഒരു പോസിറ്റീവായ ഫലം കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ച ഒരു യുവതലമുറക്കാരെന്ന നിലയിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമായാലും ഇന്ന് ഞങ്ങൾ ജോലിക്ക് കഷ്ടപ്പെടുന്നതായാലും ഒന്നും തന്നെ അവർ വന്ന് നോക്കിയില്ല. അവരുടേതെല്ലാം ഒരു അരാജകത്വം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ എൻ്റെ കാഴ്ചപ്പാട്, ഇദ്ദേഹം നല്ലത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരവസരം കൊടുത്തു നോക്കാമല്ലോ. 5 വർഷമല്ലേ ഉള്ളൂ. വിലവാസി കുറക്കണം. ഇതുണ്ടായാൽ തന്നെ ഞങ്ങൾക്ക് മതി. അത് ഫ്രീ, ഇത് ഫ്രീ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കൂട്ടിവെപ്പുള്ളൂ. ഞങ്ങൾക്കൊന്നും ഫ്രീ ആയി വേണ്ട. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്താൽ മതി. ആളുകൾ നോക്കിയാൽ മതി. ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുത്താൽ തന്നെ അതും